ത്തെയും ശത്രുവാക്കി നിർത്തി. 10% ആളുകൾക്ക് അല്ലെങ്കിൽ 15% ആളുകൾ ആ രൂപത്തിൽ സായുധരായി സംഘടിക്കുമ്പോൾ ഭൗതികമായി നോക്കിയാൽ പോലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോ അടുത്ത ചോദ്യം ഉയരാം, ബദറിൽ അള്ളാഹു സഹായിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശ പ്രബോധനത്തിന് വേണ്ടി നടത്തിയ, റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബദർ, ആ ബദറിൽ സഹായിച്ച പടച്ചവൻ തന്നെ, അല്ലെങ്കിൽ ബദറിൽ വിജയമുണ്ടാക്കിയ അതേ ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ഉഹദിൽ പരാജയവും ഉണ്ടായിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ നേതൃത്വം ഉണ്ടായിട്ട് പോലും എന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങളിലെ യുവാക്കളെ മുഴുവനും ഭീകരവാദികളായ അല്ലെങ്കിൽ ഫാഷിസ്റ്റുകളായ ആളുകൾക്ക് വേട്ടയാടാൻ തക്കവണ്ണം ഒരുക്കി കൊടുക്കുക എന്ന ഏർപ്പാടല്ലാതെ മറ്റൊന്നും തന്നെ സായുധമായി പ്രതികരിക്കുന്നത് കൊണ്ട്, സായുധമായി സംഘടിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വസ്തുതാപരമായ കാര്യം. അത്തരമൊരു ആത്മഹത്യക്ക് റസൂലുള്ളാഹി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്ത് പറഞ്ഞ അതേ അവസരങ്ങൾ, ഇതിനേക്കാൾ വലിയ പീഡനത്തിന്റെ കാലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. തീർച്ചയായും ആ പീഡനങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹിക്ക് മക്കയിൽ നിന്ന് ഒരു പടയാളികൾക്ക് ഒരു പടക്ക് അവസരമില്ലാത്തത് കൊണ്ടല്ല, നേതൃത്വമില്ലാത്തത് കൊണ്ടുമല്ല. 2ാം അഖബ ഉടമ്പടി കഴിഞ്ഞ സമയത്ത്, ആ സമയത്ത് മിനയിൽ വെച്ച് 2ാം അഖബ ഉടമ്പടി കഴിഞ്ഞപ്പോ മക്ക മുശ്രിക്കുകൾക്കിടയിൽ ഈ ഉടമ്പടിയെ കുറിച്ചുള്ള വാർത്ത പരക്കുകയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അബ്ബാസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, മദീനയിൽ നിന്ന് വന്ന അൻസാരികളിൽപ്പെട്ട അബ്ബാസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഈ വാള് കൊണ്ടൊന്ന് മദീനയുടെ മുകളിലൂടെ ചുഴറ്റി വരട്ടെ, എന്നിട്ട് ഈ പ്രശ്നം തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സമയമായിട്ടില്ല, എനിക്കതിന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്നതാണ്. അതാണ് റസൂലുള്ളാഹിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ഇത് കേവലമായ എന്തെങ്കിലും വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആത്മഹത്യാ മുനമ്പുകളിൽ കൊണ്ടുപോയി ഫാഷിസ്റ്റുകൾക്ക് നശിപ്പിക്കുവാനും ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട സേനക്ക് വേട്ടയാടുവാനും തക്ക രൂപത്തിൽ സമുദായത്തെ ഒരുക്കി കൊടുക്കണമോ, അതല്ല അവരെ ബുദ്ധിപരമായി നയിക്കണമോ എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം നേരിടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ത്യ രാജ്യത്ത് ഇന്നും ഇന്നലെയും മാത്രമല്ല വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ മുൻപും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീററ്റും ഭീവണ്ടിയും ജാംഷഡ്പൂരും അലീഗറുമെല്ലാം നമുക്കറിയാവുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ വർഗീയ കലാപങ്ങളാണ്. നിങ്ങളറിയുക, 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനം ഉടലെടുത്ത ഏകദേശം അതേ വർഷം തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശാഖ കേരളത്തിൽ രൂപമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്ന് മുതൽ 1980 വരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, ഭരണഘടനയെ തങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കു വേണ്ടി മുസ്ലിങ്ങൾ ഉപയോഗിച്ച മറ്റൊരു സംസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ മതപരവും സാമൂഹികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി നിയതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പരിശ്രമിച്ചു. അതുകൊണ്ട് കേരള മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ ഒരു അസ്തിത്വമുണ്ടായി. എന്നാൽ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടും 1980 വരെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് പോലും ഇന്ത്യ രാജ്യം മുഴുവനും ചുഴറ്റിയെറിഞ്ഞ് ബാബരി മസ്ജിദിന്റെ പേരിൽ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഗവൺമെന്റ് കടന്നു വന്നപ്പോഴും കേരള സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും അവർക്കൊന്നും ലഭിച്ചില്ല എന്നത് സത്യം. എന്നാൽ 1980 ശേഷം ഇവിടെയുള്ള ചില ആളുകൾ ഭീകരവാദപരമായ സംസാരവും സംഘാടനവും ആരംഭിച്ചപ്പോ അത് ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ഫാഷിസ്റ്റുകൾക്ക് വളരുവാനും പാവപ്പെട്ട ഹിന്ദുക്കളെ, മതനിരപേക്ഷവാദികളായ ഹിന്ദുക്കളെ ഹൈന്ദവവൽക്കരിക്കുവാനും മാത്രമേ അവ നിമിത്തമായിട്ടുള്ളൂ എന്നുള്ളത് അനുഭവ പാഠപാട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് അനുഭവങ്ങൾ നൽകുന്ന പാഠം. പക്ഷേ വസ്തുതാപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഒരു ഗവൺമെന്റ് ഇല്ലാതെ
ഗവൺമെന്റിന് നേതൃത്വമില്ലാതെ ഒരു സമരം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ അനുവദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിൽ തന്നെ എല്ലാ ഗ്രൂപ്പുകളും ആയുധമെടുക്കുവാൻ ആരംഭിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? ഓരോ ഗ്രൂപ്പുകൾക്കും മറ്റേ ഗ്രൂപ്പുകൾക്ക് തകരാറുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ സായുധ സമരം സ്വാഭാവികമായി പരസ്പരമുള്ള യുദ്ധമായി തീരുകയും അത് സമൂഹത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ തന്നെ നാശത്തിന് നിമിത്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. ഒരിക്കലും റസൂലുള്ളയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു ആത്മഹത്യക്ക് ആഹ്വാനം ചെയ്തത് നമുക്ക് കാണാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ ഹിജ്റ അപ്രായോഗികമായതുപോലെ തന്നെ അപ്രായോഗികമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ബഹുഭൂരിപക്ഷ സമൂഹത്തിനെതിരെ ഉള്ള സായുധമായ ഒരു കടന്നുകയറ്റം എന്നുള്ളത്, സായുധമായ ഒരു സംഘാടനം എന്നുള്ളത്. അത് അപകടകരമായ ആത്മഹത്യയിലേക്ക് മാത്രമേ സമുദായത്തെ നയിക്കൂ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി അത് അനുവദിക്കാത്തത് എന്ന് നാം തിരിച്ചറിയുക.